ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിങ്ങനെ വലിച്ചു നീട്ടി അവസാനം മറ്റുള്ള രാജ്യങ്ങളൊക്കെ കയറി തലയിട്ട് ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ പോലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക അവരുടെ സ്റ്റേജ് 1 റീപൊസിഷനിങ് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി ഒരൊറ്റ ഓട്ടം ഓടി ഇവിടെ വന്ന് അവരുടെ പ്രധാനപ്പെട്ട വിമാനങ്ങളെ എല്ലാം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ വിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിന് ആദ്യ പടിയായിട്ട് അവരുടെ KC-135, KC-46 എന്ന് പറയുന്ന ടാങ്കർ വിമാനങ്ങളെ ജർമ്മനിയിലും ബ്രിട്ടനിലും എസ്റ്റോണിയയിലും ഗ്രീസിലും ഒക്കെയുള്ള താവളങ്ങളിലേക്ക് അവർ അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ടാങ്കർ വിമാനങ്ങളെ അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ ഫൈറ്റർ വിമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലോങ് റേഞ്ച് സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് റീഫ്യൂലിംഗ് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അറിയുന്നത്. അതിൻ്റെ പുറകെ ഇപ്പോൾ വരാൻ തയ്യാറെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 F-22 റാപ്റ്റർ വിമാനങ്ങളും 12 F-35A ലൈറ്റ്നിങ് വിമാനങ്ങളും ആണ്. സെപ്പറേറ്റ് ആയിട്ട് അമേരിക്കയുടെ തന്നെ F-15E സ്ട്രൈക്ക് ഈഗിൾസും വേറെ കുറച്ച് F-35ഉം ഓൾറെഡി യൂറോപ്പിലുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേറ്റോൻ്റെ ഒരു അറ്റ്ലാന്റിക് ട്രിഡൻറ്റ് എക്സസൈസിന് വേണ്ടിയിട്ടാണ് ഇവരെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിമാനങ്ങളെയും റീടാസ്ക് ചെയ്തിട്ട് ഇതിനെ ഇറാനെതിരെയുള്ള ഒരു യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതിനൊക്കെ പുറമെ അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറുകളായിട്ടുള്ള B-52യും B-1ഉം അങ്ങോട്ട് പോകുന്നതായിട്ടും സ്പോട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ട്. F-22A അവർ ഉപയോഗിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എയർ ഡോമിനൻസിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ബോംബർ വിമാനങ്ങളെയും ടാങ്കർ വിമാനങ്ങളെയും ഒക്കെ സിറിയയുടെയും ഇറാഖിൻ്റെയും ഒക്കെ സർഫസ് ടു എയർ മിസൈൽ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി എസ്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാകാനാണ് സാധ്യത. F-35 ലൈറ്റ്നിങ് വിമാനങ്ങൾ 12 ഉണ്ട്. അത് സീഡ് ഡീഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, അതായത് സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസും ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസും, ഏതാണ്ട് അവരുടെ എനിമി എയർ ഡിഫൻസ് എല്ലാം ഡിസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ബാക്കിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും എന്തെങ്കിലും സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, എയർ ഡിഫൻസിൻ്റെ എന്തെങ്കിലും ബാക്കി ഇറാനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് F-35 കൂടുതലും ഉപയോഗിക്കാനായിട്ട് സാധ്യതയുള്ളത്. അതേസമയം ഡി സ്ട്രൈക്ക് മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ് F-15 സ്ട്രൈക്ക് ഈഗിളായിരിക്കും ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. F-15 വിമാനങ്ങൾ യൂറോപ്പിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് കൂടാതെ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് മിസൈൽ ട്രക്കായിട്ടുമൊക്കെ F-16 വിമാനങ്ങളോ അല്ലെ B-1B വിമാനങ്ങളോ ഒക്കെ ഇതിൻ്റെ കൂടെ പോയി കൂടാതെ ഇല്ല. ഏതായാലും അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. F-22 റപ്ചേഴ്സും F-35 ലൈറ്റ്നിങ്ങും ഒക്കെ ഒരു പക്ഷേ UK-ലും ജർമ്മനിയിലും ഉള്ള ഒരു ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്ലേസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. പിന്നെ സെൻട്രൽ കമാൻഡ് ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ UAE വഴിയോ അല്ലെ സൗദി അറേബ്യ വഴിയോ അവരെ വെസ്റ്റേൺ ഇറാനിലേക്ക് ഇറാഖിനെ ഒഴിവാക്കിയിട്ട് പോയി ആക്രമണം നടത്താനായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറും കൂടി അങ്ങോട്ട് നീങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. USS നിമിറ്റ്സ് ആണ് ഇപ്പോൾ റെഡ് സീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 48 FA-18 വിമാനങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയറിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള EA-18G വിമാനങ്ങളുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം പോകുന്നത് പോലെ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ ഇത് നിലനിൽക്കും. പക്ഷേ ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ഇറാൻ എന്തെങ്കിലും കാരണവശാൽ അമേരിക്കയുടെ ടാർഗറ്റുകളെയോ അമേരിക്കൻ പേഴ്സണലിനെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് B-2 വിമാനങ്ങളോ B-1 ബോംബർ വിമാനങ്ങളുടെയൊക്കെ ആക്ഷനെ ഇത് ക്ഷണിച്ച് വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതല്ല, ഇനി ഒരു റീജിയണൽ സീസ് ഫയർ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഫൈറ്റേഴ്സ് എല്ലാം യൂറോപ്പിൽ തന്നെ നിൽക്കും. ടാങ്കേഴ്സൊക്കെ ഒരു 30 ദിവസത്തോളം അവിടെ കറങ്ങി നടന്നിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി അഥവാ റഷ്യയുടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ, കാരണം പ്രത്യേകിച്ചും സിറിയയിൽ റഷ്യയുടെ ശക്തമായൊരു പ്രസൻസ് ഉണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് റഷ്യ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ EA-18G ഗ്രൗളറും EC-37B കോമ്പാസ് കോളുകളും ഒക്കെ ഇതിലേക്ക് ഇടപെടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളാണ്. അങ്ങനെ S-400 മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളെ ജാം ചെയ്യാനും അതിനെ നിർവീര്യമാക്കാനും അമേരിക്ക ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്കൽ അലയൻസുകളിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് അമേരിക്കയുടെ പൊസിഷൻ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അമേരിക്ക സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ഡിസ്റ്റൻസിങ് ആണോ നടത്തുന്നത്, അതൊരു ഡീപ്പർ ഇൻവോൾവ്മെൻ്റ് ആണോ നടത്തുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്.
അമേരിക്ക ഒഫീഷ്യലി ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു സീനാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ഇതൊരു യൂണിലാറ്ററൽ ഇസ്രായേലി ഓപ്പറേഷൻ മാത്രമാണ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ ഫൈറ്റർ ജെറ്റുകളും ടാങ്കറുകളും ഒക്കെ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ അവർ മൂവ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇവർ ഒരു ഡീപ്പർ ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇനി ഇറാൻ എന്തെങ്കിലും കാരണവശാൽ അമേരിക്കൻ അസറ്റ്സിനെതിരെ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അമേരിക്കൻ മിലിറ്ററി ആക്ഷൻ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും B-52 ബോംബേഴ്സോ B-2 ബോംബേഴ്സോ B-1 ബോംബേഴ്സോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറ്റാക്കിനും അതുപോലെ തന്നെ ഒരു സൈബർ വാർഫെയറിനുമുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഗൾഫ് രാജ്യങ്ങളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ബാലൻസിങ് പൊസിഷനായിരിക്കും എടുക്കാൻ സാധ്യതയുള്ളത്. സൗദി അറേബ്യ, UAE എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ ഓൾറെഡി ഈ ഒരു യുദ്ധത്തിനെ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ രണ്ട് ഭാഗത്തെയും സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സീനാണ് ഇതുവരെ നമ്മൾ കാണുന്നത്. റിയാദ് പ്രത്യേകിച്ചും അവരൊരു എക്കണോമിക് സ്റ്റെബിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലുമായിട്ട് വളരെ ഒരു നോർമലൈസേഷൻ ടോക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. ഇനി UAEയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ഇൻ്റലിജൻസ് കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കാമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണവശാലുള്ള ഒരു മിലിറ്ററി ഇൻവോൾവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് മാത്രമല്ല സൗദി അറേബ്യയും UAEയും ഇറാനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല അടുത്ത കാലം വരെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും. അവർ ഒരു കാൽക്കുലേറ്റഡ് സപ്പോർട്ടായിരിക്കും ഇറാന് കൊടുക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം റഷ്യ ഓൾറെഡി ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നേരിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം യുക്രൈൻ യുദ്ധത്തിൽ തന്നെ അവരുടെ മിലിറ്ററി റിസോഴ്സസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അവർക്ക് ഷോർട്ടേജും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മറ്റൊരു യുദ്ധത്തിൽ റഷ്യ ഇപ്പോൾ തലയിടാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ട്രംപ് കയറിയ ഉടനെ യുക്രൈനുള്ള സകലമാന സഹായങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. റഷ്യയുമായിട്ട് സംസാരിച്ചിട്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഇറാനെതിരെ റഷ്യ അനങ്ങരുതെന്നുള്ളൊരു എഗ്രിമെൻറ്റും ഉണ്ടോ എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം. ഇനി ചൈനയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ മേടിക്കുന്ന രാജ്യം ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇതിനകത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ട്. അവർ ഈ യുദ്ധം നിർത്തണം, ഡീഎസ്കലേഷൻ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും എല്ലാം. മിസൈൽ ഫ്യൂവൽ തന്നെ ഇപ്പോൾ കണ്ടമാനമായിട്ട് ചൈന സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും റഷ്യയും ചൈനയും കൂടുതലായിട്ടും ഡിപ്ലോമാറ്റിക് ചാനലിൽ വഴിയുള്ള ഒരു സപ്പോർട്ടായിരിക്കും കൊടുക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ചും ഇറാൻ്റെ ഡിഫൻസ് കേപ്പബിലിറ്റീസിലേക്കുള്ള സപ്പോർട്ടുകളും അവർ പുറകിൽ നിന്നുകൊണ്ട് കൊടുക്കാനേ സാധ്യതയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് നേരിട്ടിടപെടാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ളതാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും. അവർ ഇറാൻ തന്നെ പോഷിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രോക്സി ഫോഴ്സുകളാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ഓൾറെഡി അവരുടെ ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള മിസൈൽ സ്ട്രൈക്കുകളും ഉടനെ തന്നെ ഉണ്ടാകും, വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഹമാസ് ഓൾറെഡി നടുവൊടിഞ്ഞ് കിടക്കുകയാണ്, അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എന്നിരുന്നാലും ഇസ്രായേലിൻ്റെ മേലെ ഒരു സിംബോളിക് അറ്റാക്ക് ഹമാസ് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഇനി ഇറാൻ്റെ ഡയറക്റ്റ് റിട്ടാലിയേഷനും അതിൻ്റെ കൂടെ തന്നെ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ആക്രമണവും ഇസ്രായേലിൻ്റെ നേരെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ടർക്കി എന്ന് പറയുന്നത് ഒരു അവസരവാദിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടർക്കി ഇതിനകത്ത് ഏത് ഭാഗത്ത് നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമോ ആ ഭാഗത്ത് നിൽക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും, എങ്ങുമില്ല എന്നുള്ള രീതിയിൽ മാറി നിന്നുകൊണ്ട്. ട്രഡീഷണലി ഇവർ ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന രാജ്യമാണ് ടർക്കി. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ശരിയായിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്കണോമിക്കലി ടെലവീവുമായിട്ട് ഇവർക്ക് വളരെ ശക്തമായ ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടർക്കി പാകിസ്ഥാനുമായിട്ടുള്ള മിലിറ്ററി സഹകരണം വർദ്ധിപ്പിച്ചിട്ട് അവരുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് കൊടുക്കുമോ ആരും അറിയാതെ എന്നും പറയാൻ പറ്റില്ല. ഏതായാലും ടർക്കി ഒരു നേറ്റോ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേറ്റോ ഒബ്ലിഗേഷൻസ് ഉള്ളത് കൊണ്ട് ഇവർ ഓപ്പണായിട്ട് പൂർണ്ണമായിട്ടും ഇറാനെ സഹായിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഇനി യൂറോപ്പിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ഡിവൈഡഡ് റെസ്പോൺസ് ആണ് നമുക്ക് കാണാൻ കഴിയുക.
ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഓൾറെഡി ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എക്കണോമിക് ഫോളോ ഔട്ടും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ യുദ്ധം നീണ്ടുപോയാലെന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവരെടുത്തിരിക്കുന്നത്. UK പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചരിത്രപരമായ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു ബന്ധുരാഷ്ട്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഒക്കെ ശക്തമായിട്ട് ഇസ്രായേലിന് നൽകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വരുന്ന സൈപ്രസ് ആണ്. സൈപ്രസിന് ഇപ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ബാക്കിംഗ് ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അടുത്തിടെ സൈപ്രസിൽ പോയി സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം എല്ലാം കൂടെ വെച്ചുകൊണ്ട് തന്നെ ഇറാൻ്റെ നേവൽ മൂവ്മെൻറ്റ്സിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു നടപടിയിലേക്ക് സൈപ്രസ് പോയിക്കൂടാ എന്നും ഇല്ല. എന്തായാലും വേണ്ടില്ല, ഇറാൻ ഇത് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ശക്തമായ എയർ സ്ട്രൈക്കുകൾ കാണാം. പ്രത്യേകിച്ചും 80 അടിയിലധികം താഴ്ചയിലുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളൊന്നും ഇതുവരെ തകർക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ആ ന്യൂക്ലിയർ കേപ്പബിലിറ്റി സമ്പൂർണ്ണമായിട്ടും അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർത്തിട്ട് തകർക്കാനാണ് സാധ്യത ഉള്ളത്. ഇനി അതല്ല, ഒരു ഡിപ്ലോമസിയുടെ ഒരു രംഗത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റീജിയണൽ പ്ലെയേഴ്സ് എല്ലാം കൂടെ അപ്പോഴത്തേക്ക് മുന്നോട്ട് വന്നിട്ട് ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചൈനയും റഷ്യയൊക്കെ മീഡിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇത് പതുക്കെ അവസാനിപ്പിക്കാനുമുള്ള സാധ്യത ഇല്ലാതില്ല. പിന്നെ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ്റെ സപ്പോർട്ടിൽ ജീവിക്കുന്ന മിലിറ്റൻറ്റ് ഏജൻസീസ്, അതായത് ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇവരൊക്കെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അസറ്റുകൾക്കെതിരെ തിരിയും, അതിനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. ഏതായാലും ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലും മാത്രം ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഇതൊരു ഗ്ലോബൽ പവർ സ്ട്രഗിളാണ്. അലയൻസുകളുടെ മാറ്റങ്ങളും ഷിഫ്റ്റും എല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഒരു ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് ഇൻ ചെയ്തേ മതിയാകൂ എന്നൊരവസ്ഥ വന്നാൽ ഇന്ത്യ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ സൈഡിൽ നിൽക്കാനാണ് കൂടുതലും സാധ്യതയുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.